നമസ്കാരം. ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂണിയൻ ചെയർപേഴ്സണാണ്. എൻ്റെ പേര് അശ്വിൻ പി സന്തോഷ്. മറ്റ് കോളേജ് യൂണിയൻ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ട് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്ന് ആശൽ, കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് ദേവിക, കണ്ണൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് ശ്രീകുൽ, അതേപോലെ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഹരിഗോവിന്ദ്. അപ്പം ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇത്രയും കോളേജ് യൂണിയനുകളിൽ ചേർന്ന് ഒരു പ്രോഗ്രാം ആക്ച്വലി ആലോചിച്ച് വന്നിരിക്കുന്നത്. ബേസിക്കലി മെഡിക്കൽ കോളേജുകളിലെ പ്രവേശനത്തിൽ ഏറ്റവും മെയിൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് നീറ്റ് ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ മൊത്തത്തിലായിട്ട് ഈ പറഞ്ഞ കോളേജ് യൂണിയനുകളിൽ ചേർന്നിട്ട് നമ്മളൊരു നീറ്റ് മോക്ക് ടെസ്റ്റ് നടത്താൻ ആലോചിച്ചിട്ടുണ്ട്. അത് സാധാരണ കാണുന്ന പോലെ ഓൺലൈൻ ടെസ്റ്റ് അല്ല, ഓഫ്ലൈൻ ടെസ്റ്റ് ആയിട്ട് ഓരോ ജില്ലയിലും ഓരോ സെൻറ്റേഴ്സ് വെച്ചിട്ട് ആണ് നമ്മൾ നടത്താൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം നീറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പം +2 തൊട്ട് അല്ലെങ്കിൽ അതിനേക്കാളും മുമ്പേ നമ്മൾ ഭയങ്കരമായിട്ട് സ്വപ്നം കാണുന്ന ഒന്നായിരിക്കും ഈ ഡോക്ടർ ജീവിതവും അതേപോലെ തന്നെ ഒരു മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ നേടുക എന്നുള്ളത്. അപ്പം അതിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം പഠിച്ചു എന്നതിനേക്കാളും എത്രത്തോളം നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും ഇത്ര സമയത്തിനുള്ളിൽ എന്നുള്ളതാണ്. അതിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് നമ്മൾ എത്രത്തോളം മോക്ക് ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്തു എന്നുള്ളത് തന്നെയാണ്. ഓൺലൈൻ ടെസ്റ്റിനേക്കാളും ഓഫ്ലൈൻ ടെസ്റ്റിനുള്ള ഒരു ഉപകാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കൂടെ എഴുതുന്ന കുട്ടികളെയും അതും ഫേസ് ചെയ്യാൻ നമ്മൾ ഉറപ്പായിട്ടും ഒറിജിനൽ നീറ്റ് എക്സാമിന് പോകുമ്പോൾ നമ്മൾ കൂടെ ഇരിക്കുന്ന കുട്ടികളെയും മൊത്തം നമ്മൾ ഫേസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരും. അത് നമുക്ക് ഓൺലൈൻ ടെസ്റ്റ് വഴി നമുക്ക് അത്രയും ക്ലിയർ ആയിട്ട് കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ ഓഫ്ലൈൻ മോക്ക് ടെസ്റ്റിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂണിയന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജ്, കോട്ടയം മെഡിക്കൽ കോളേജ്, കണ്ണൂർ മെഡിക്കൽ കോളേജ്, അതേപോലെ തന്നെ എറണാകുളം മെഡിക്കൽ കോളേജ്, മൊത്തം 5 മെഡിക്കൽ കോളേജുകൾ ചേർന്നിട്ടാണ് കേരളം മൊത്തത്തിൽ ഈ പദ്ധതി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ എക്സാമിന് രജിസ്റ്റർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് നമ്മുടെ ഭാഗത്തു നിന്നുള്ള എക്സ്പേർട്സ് തന്നെ എങ്ങനെയാണ് ഇതുപോലൊരു എക്സാം ഈ പ്രഷറിൽ എങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ഇത്ര സമയത്തിനുള്ള എങ്ങനെ ഇത്രയും ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് തീർക്കാൻ പറ്റും, എങ്ങനെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുകയും അതേപോലെ തന്നെ ഒരു ക്ലാസ് എടുത്ത് കൊടുക്കുകയും ചെയ്യുന്നതായിരിക്കും. ഈ എക്സാമിന് റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് വരുന്ന റാങ്ക് ലിസ്റ്റിൽ ആദ്യത്തെ 10 ആൾക്കാർക്ക് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഒറിജിനൽ നീറ്റ് എഴുതിയിട്ട് നമുക്ക് മെഡിക്കൽ കോളേജിലേക്ക് അഡ്മിഷൻ കിട്ടാതെ പോയ വിദ്യാർത്ഥികളുണ്ടെങ്കിൽ ആ വിദ്യാർത്ഥികളിലെ ഈ റാങ്ക് ലിസ്റ്റ് എടുത്തിട്ട് ആദ്യത്തെ 10 ആൾക്കാർക്ക് നമ്മൾ സൗജന്യമായിട്ട് അവർക്ക് 1 വർഷം എൻട്രൻസ് കോച്ചിങ്ങും അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഈ നമ്മൾ ഈ പ്രോഗ്രാം നടത്തുന്നതിൻ്റെ മെയിൻ മറ്റൊരു ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെഡിക്കൽ കോളേജസിൻ്റെ കീഴിൽ ഈ മെഡിക്കൽ കോളേജിൽ വരുന്ന പാവപ്പെട്ട രോഗികൾക്കും മറ്റും നമ്മൾ ധനസഹായം, അതേപോലെ തന്നെ മരുന്ന്, ഭക്ഷണം മുതലായ സംഭവങ്ങൾ നമ്മൾ നടത്തി വരുന്ന ഓരോരോ ക്ലബ്ബോ അല്ലെങ്കിൽ കമ്മിറ്റീസോ നമുക്ക് അതത് കോളേജ് യൂണിയനുകളുടെ കീഴിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവയെല്ലാം കൂടി സംയോജിപ്പിച്ച് ആർദ്രം എന്നൊരു പദ്ധതി സ്റ്റാർട്ട് ചെയ്ത് ആ പദ്ധതിയുടെ തുടർന്നുള്ള ഫണ്ടിങ് ആയിട്ട് ഈ നീറ്റ് മോക്ക് ടെസ്റ്റിന്റെ ലാഭം നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതുപോലൊരു സംരംഭം ആദ്യമായിട്ടാണ് ഒരു മെഡിക്കൽ കോളേജ് യൂണിയൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അതിന് മാധ്യമപ്രവർത്തകരുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നമുക്കറിയാം എത്രത്തോളം ബുദ്ധിമുട്ടാണ് ഒരു എൻട്രൻസ് പരീക്ഷയെ നമ്മൾ അപ്രോച്ച് ചെയ്യാന്നുള്ളത്. നമ്മൾ എത്ര തന്നെ പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ച് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെയും ആ പരീക്ഷ ദിവസത്തിന്റെ പ്രഷർ കൊണ്ട് നമുക്ക് പലർക്കും ആഗ്രഹിക്കുന്ന സീറ്റ് കിട്ടാതെ അല്ലെങ്കിൽ MBBS നമ്മുടെ സ്വപ്നത്തിലേക്ക് എത്താൻ പറ്റാതെ പോകുന്നവരുണ്ട്. അപ്പോൾ ആ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ആവറേജ് ലെവലിൽ നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് കൂടി വേണ്ടിയിട്ട് അവർക്ക് എക്സാം എങ്ങനെ ഫേസ് ചെയ്യാം, അവർ അത്രയും കഷ്ടപ്പെട്ടിട്ട് പഠിച്ചിട്ട് എക്സാമിന്റെ ഒരു ബുദ്ധിമുട്ടുകൊണ്ട് മാത്രം നീറ്റ് കിട്ടാതെ പോകരുത്. അപ്പോൾ അതുകൊണ്ട് ആ എക്സാം എങ്ങനെ കൃത്യമായി ഫേസ് ചെയ്യാം, എങ്ങനെയാണ് ഒരു നീറ്റ് എന്ന് പറയുന്ന എക്സാം കൃത്യമായി മാതൃകയിൽ എഴുതേണ്ടത് എന്നത് കൃത്യമായി നമ്മളിപ്പോൾ എഴുതി പരിചയമുള്ളവരാണല്ലോ. അപ്പോൾ അവർക്കത് കൃത്യമായി പറഞ്ഞു കൊടുക്കാമെന്നൊരു പ്രതീക്ഷയിലാണ് നമ്മൾ ഈ ഒരു എക്സാം തുടങ്ങുന്നത്. ഇത്രയും വിദ്യാർത്ഥികളിലേക്ക് നമുക്ക് ഈ എക്സാമിന്റെ കാര്യം എത്തിക്കേണ്ടതുണ്ട്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടത്തേണ്ടത് തന്നെ അത്രത്തോളം വിദ്യാർത്ഥികളിലേക്ക് നമുക്ക് എത്തിക്കാം.